നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ്റെ ബോധവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മനുഷ്യൻ്റെ ബോധം എന്താണ്? മനുഷ്യൻ്റെ മനസ്സ് എന്നാൽ എന്താണ്? ഈ ബോധവും മനസ്സും തമ്മിൽ ഒരു ബന്ധമുണ്ടോ? എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിസ്റ്ററിയെക്കുറിച്ചാണ്. മനുഷ്യൻ എങ്ങനെ ഞാൻ എന്ന് അനുഭവിക്കുന്നു? ബ്രെയിനും മൈൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്? മതവും ശാസ്ത്രവും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ചു. പുരാതന സന്യാസിമാർ ധ്യാനം വഴി ബോധം എന്താണെന്ന് പഠിച്ചു. ആധുനിക ശാസ്ത്രം ന്യൂറോ സയൻസ് വഴി മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കോൺഷ്യസ്നെസ് റിസർച്ച് ലോകമെമ്പാടും വളരുന്നു. ഹവാർഡ് യൂണിവേഴ്സിറ്റി കോൺഷ്യസ്നെസ് ന്യൂറോ സയൻസ് റിസർച്ച് നടത്തുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ബ്രെയിൻ അവയർനെസ് സ്റ്റഡീസ് നടത്തുന്നു. അലൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രെയിൻ സയൻസ് ബ്രെയിൻ മാപ്പിംഗ് റിസർച്ച് നടത്തുന്നു. ശാസ്ത്രജ്ഞർ ബ്രെയിൻ സിഗ്നൽസ് അനലൈസ് ചെയ്ത് ഹ്യൂമൻ അവയർനെസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്താണ് ഈ കോൺഷ്യസ്നെസ്? വാട്ട് ഈസ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് എന്നത് നമ്മൾ അനുഭവിക്കുന്ന അവയർനെസ് ആണത്. തിങ്ക്, ഫീൽ, പെർസീവ് ഇവ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗങ്ങളാണ്. ചിന്തിക്കുക, ഫീൽ ചെയ്യുക, അത് പെർസീവ് ചെയ്യുക നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ്. പുരാതന ഗ്രന്ഥങ്ങൾ ഈ കോൺഷ്യസ്നെസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഉദാഹരണം നമ്മുടെ ഉപനിഷത്തുകൾ തന്നെ. കൂടാതെ ധർമ്മപാത, താവോ തേ ചിങ് മുതലായ മഹത് ഗ്രന്ഥങ്ങൾ മനുഷ്യ ബോധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യൻ ഫിസിക്കൽ ബോഡി മാത്രമല്ല അവയർനെസ് ഉള്ള ബീയിങ് ആണെന്ന് കണ്ടെത്തി. സയൻറ്റിഫിക് തിയറീസ്, ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പറഞ്ഞ തിയറീസ്, ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി, ഇൻ്റഗ്രേറ്റഡ് ഇൻഫോർമേഷൻ തിയറി ഇവ ബ്രെയിൻ ആക്ടിവിറ്റിയും അവയർനെസ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി ഈ മെഡിറ്റേഷനും ധ്യാനവും തമ്മിലുള്ള ബന്ധം എന്താണ്? മെഡിറ്റേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നു. റിസർച്ച് സ്റ്റഡീസ് മെഡിറ്റേഷൻ ബ്രെയിൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നുവെന്ന് കണ്ടെത്തി. ധ്യാനത്തിൻ്റെ നേട്ടം ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുന്നു, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു, അവയർനെസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടെത്തി.
ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതെന്ന് നോക്കാം. ദി കോൺഷ്യസ് മൈൻഡ്, വേക്കിംഗ് അപ്പ്, താവോ ഓഫ് ഫിസിക്സ്. ഇവ ശാസ്ത്രവും തത്വശാസ്ത്രവും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സെൽഫ് അവെയർനെസ് ഈസ് പ്രാക്ടീസ്. മെഡിറ്റേഷൻ, ഡീപ് തിങ്കിങ്, സെൽഫ് ഒബ്സർവേഷൻ, ഫിലോസഫിക്കൽ റീഡിംഗ്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഇവ കോൺഷ്യസ്നെസ്സിന് ക്ലാരിറ്റി നൽകുമെന്ന് കണ്ടെത്തി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിസ്റ്ററി യൂണിവേഴ്സ് അല്ല, സ്വന്തം കോൺഷ്യസ് ആണെന്ന് സയൻറ്റിസ്റ്റ് ബ്രെയിൻ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി. ഫിലോസഫേഴ്സ് മനുഷ്യബോധത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്പിരിച്വൽ ട്രഡീഷൻസ് അവെയർനെസ് എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ഗ്രേറ്റസ്റ്റായ ഡിസ്കവറി സ്വന്തം അവെയർനെസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സെൽഫ് അവെയർനെസ് ധ്യാനം, ഇൻറ്റ്യൂഷൻ വഴി വികസിപ്പിക്കുക. അതിൽ ധ്യാനം, ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യർക്ക് കൂടുതൽ ക്ലാരിറ്റിയോടെ ജീവിക്കുവാൻ സാധിക്കുമെന്ന് മുനിമാർ കണ്ടെത്തി. ബ്രഹ്മാണ്ടത്തെ മനസ്സിലാക്കാൻ മനുഷ്യൻ ആദ്യം തൻ്റെ കോൺഷ്യസ്നെസ് മനസ്സിലാക്കണം. മനസ്സിൽ ഊറി വരുന്ന ധ്യാനത്തിന് ശേഷം മനസ്സിൽ ഊറി വരുന്ന ചിന്താ തരംഗങ്ങൾ ആശയങ്ങളാക്കുക. ആ ആശയങ്ങളെ വിഷയങ്ങളാക്കുക, വികസിപ്പിക്കുക, അത് പ്ലാനും പദ്ധതിയുമാക്കി മാറ്റുക. ഇനി നമ്മൾ ഈ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കാം. ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് ബീയിങ് aware of one's existence, thoughts, sensations and surroundings. It is subjective inner life to experience being a person, encompassing perception, feeling and self-awareness. It operates as a dynamic, continuous stream of information managed by brain. It is personal and invisible, referred to as awareness of awareness. It is brain activity. It is generated by complex neuronal networks and synapses in the brain. Functions. Consciousness is help to process information, make decisions, facilitate social adaptation such as communicating through language. State of consciousness, dynamic shift throughout the day, including waking, sleeping, dreaming and altered states. How brain activity creates a subjective experience. By studying it, use brain imaging and models. Consciousness means one's inner life, the world of introspection, private thought, imagination and volition. Today it includes various forms of cognition, experience, feeling, perception. It may be awareness of awareness,
either continuously changing or not. Soul explored by looking within, mental state, mental event, mental process of brain. Ini, what is stream of consciousness? Stream of thought is governed by few characteristics. Every thoughts tend to be a part of personal consciousness. Within each personal consciousness, thought is always changing. Within each personal consciousness, thought is sensibly continuous. Conscious manifest momento to moment as a sense impressions and mental phenomena that are continuously changing. The mental events triggers input from the five senses: seeing, hearing, smelling, tasting, touching, sensations. Or thought relate to the past or present or future that happen to arise in mind. The mental events generated as the result of these triggers are feelings, perceptions, behavior. The moment by moment manifestation of the mind stream is such to happen in every person all the time. This is the clue of mind stream. Stream of consciousness as narrative mode to portray the moments to moments, thoughts and experience of a character. That is what is exactly Shakespeare did in his plays. Philosophy of mind. Intuition is to narrow. നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി റെഫറൻസ് വഴി ചർച്ച ചെയ്യാം. ധ്യാനിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇൻഡ്യൂഷനിലെത്തും. ഈ ഇൻഡ്യൂഷനിലെത്തി കഴിയുമ്പോൾ നമുക്ക് കുറേ ഇല്യൂഷൻസ് മനസ്സിൽ വരും. അപ്പം ആ ഇല്യൂഷൻസിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മുടെ മനസ്സ് നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത് നമ്മുടെ 5 സെൻസസ് ആണ്. ഈ 5 സെൻസസ് എന്താണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ സ്കിന്ന്, നമ്മുടെ ചെവിയ്, നമ്മുടെ മൂക്ക്, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നാക്ക് എന്ന് തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളും ഓരോ ഫലം ഉളവാക്കുന്നു. ത്വക്ക് സ്പർശന ബോധം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. മൂക്ക് ഗന്ധം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. ചെവി ശബ്ദം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. കണ്ണുകൾ ദർശനം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. നാക്ക് രുചി നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. ഇതാണ് ഇതിൻ്റെ രക്തചുരുക്കം. അപ്പം നമ്മുടെ ബോധം ഈ 5 ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോധത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയാൽ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥമായ നമ്മുടെ ആത്മീയ സത്ത എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മളുടെ ആത്മീയമായ യഥാർത്ഥ സത്ത, ആത്മാവ് എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ
പ്രാപഞ്ചികങ്ങളായ ഈ വാതായനങ്ങൾ, ഈ 5 സെൻസസ് ആകുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമേ ആത്മാവിനെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ ധ്യാനിച്ചു കഴിയുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഇല്യൂഷനിൽ പെട്ട് നമ്മുടെ മനസ്സ് ഒരു സ്പിരിച്വൽ ഈഗോയിലേക്ക് പോകരുത്. ഈ സ്പിരിച്വൽ ഈഗോ ഒരു തട്ടിപ്പാണ്. ഈ സ്പിരിച്വൽ ഈഗോ, ഞാനെന്ന ഭാവം, ഞാനൊരു വലിയ ജ്ഞാനിയാണ്, അല്ലെങ്കിൽ ഞാനൊരു വലിയ മിറാക്കിൾസ് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരു ബോധം നമ്മൾ ഈ ധ്യാനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഈ ചക്രാസിലും നമ്മുടെ വിറ്റൽ സെൻറ്റേഴ്സിലും ഒക്കെ ധ്യാനിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സിദ്ധികളും കഴിവുകളും വരും. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ അതേ കൈകളാൽ മെനഞ്ഞ ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ ചൈതന്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയായതുകൊണ്ട് മനുഷ്യനിൽ അത് അനന്തമായ കഴിവുകളുണ്ട്, ടാലൻസ് ഉണ്ട്. അപ്പോൾ നാം ധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ കഴിവുകൾ വർക്കൗട്ടായി വരും. അപ്പോൾ അത് ബൈബിൾ പരിശുദ്ധാത്മാവിൻ്റെ നൽവരം എന്ന് വിളിക്കും, മുനിമാർ ഓരോ സിദ്ധികൾ എന്ന് വിളിക്കും. അപ്പോൾ ഓരോ കഴിവുകളും നമ്മളിൽ പ്രകടമായി വരുമ്പോൾ നമ്മൾ അതിന് അടിമയായി പോകരുത്. അതിനെ വിറ്റ് കാശാക്കാനായി നമ്മളൊരു ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോധം സ്പിരിച്വൽ ഈഗോ ആദമ്പത്തിൽ ഇരുട്ടിലേക്ക് പോകും. അവിടെ നാം നിഷ്പക്ഷനായിട്ട് ന്യൂട്രലായിട്ട് നിൽക്കണം. ഇതൊന്നും ഞാനല്ല. നമ്മളൊരു സാക്ഷിയെ പോലെ നിൽക്കണം. ആ ഇല്യൂഷനിൽ പെട്ടുപോകരുത്. Distinguish between mind body or between mind and world. Consciousness separated from behavioral and linguistic understandings. Access consciousness. According to Ned Block, there are 2 kinds of consciousness according to Ned Block. First one is P consciousness. Second one is A consciousness. P is raw experience. P consciousness is according to Ned Block. It is a raw experience. It is moving colored forms, sounds, sensations, emotions and feelings with our bodies and the responses at the center. It is known as qualia. And the second type of consciousness is A consciousness. A consciousness is a phenomenon whereby information in our mind is accessible for verbal report, reasoning and control of behavior. So when we perceive is access consciousness, when we introspect information about our thought is access conscious. When we remember information about our past is access conscious, and so on. നെഡ് ബോക്ക് എന്ന് പറയുന്ന തത്വചിന്തകൻ കോൺഷ്യസ്നെസ്സിനെ 2ആയി തിരിച്ചു. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് റോ എക്സ്പീരിയൻസ് ആയും അതിനെ പി കോൺഷ്യസ്നെസ് എന്നും എ കോൺഷ്യസ്നെസ് എന്നും അദ്ദേഹം തിരിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ഞാൻ നമ്മളുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ ഒരു ക്ലൂയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പീനൽ ഗ്ലാൻഡിനെ ഒന്ന് മൈൻഡ് ചെയ്യണം.
പീനൽ ഗ്ലാൻഡിനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ഈ പീനൽ ഗ്ലാൻഡ് നമ്മുടെ ബോധവുമായി, നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഗ്ലാൻഡാണ്. തലച്ചോറിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ അരിമണിയേക്കാളും ചെറിയ ഗ്ലാൻഡാണ്. ഈ പീനൽ ഗ്ലാൻഡ് നമ്മളെ ഉള്ള ഒരു താക്കോലാണ്. അടുത്ത ഈ സെൻറ്റൻസ് കേൾക്കൂ. ഇൻപുട്സ് ആർ പാസ്ഡ് ബൈ ദി സെൻസറി ഓർഗൻസ് ടു ദി പീനൽ ഗ്ലാൻഡ് ആൻഡ് ഫ്രം ദെയർ ടു ദി ഇമ്മെറ്റീരിയൽ സ്പിരിറ്റ്. നമ്മൾ ഈ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങളുടെ ഓർഗൻസിൽ നിന്നുള്ള ഇൻപുട്സ്, തരംഗങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ ടു ദ പീനൽ ഗ്ലാൻഡിലേക്ക് എത്തുന്നു. ആൻഡ് ഫ്രം ദെയർ അവിടെ നിന്നും ടു ദി ഇമ്മെറ്റീരിയൽ സ്പിരിറ്റ്. ഈ ഇമ്മെറ്റീരിയൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പീനൽ ഗ്ലാൻഡിനെ നിങ്ങൾ ധ്യാനിക്കേണ്ടതിൻ്റെയും മനസ്സിലാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിയോ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സിഗ്നൽസ് പിടിച്ചെടുക്കുന്ന, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ പീനൽ ഗ്ലാൻഡ്. Mental process such as consciousness and physical process such as brain events seem to be correlated. However, the specific nature of the connection is unknown. അതായത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ അവൻ്റെ ബോധം, അവൻ്റെ ഫിസിക്കലായിട്ടുള്ള ആ പ്രോസസ്സ്, ബ്രെയിൻ്റെ സംഭവങ്ങൾ, ബ്രെയിൻ ആക്ടിവിറ്റീസ്, ന്യൂറോണൽ ആക്ടിവിറ്റീസ് കോറിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ കണക്ഷനെ സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും അജ്ഞാതമാണ്. ആർക്കും ഇതെങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ദൈവത്തിന്, സൃഷ്ടാവിനെ അറിയുള്ളൂ എന്നാണ് ഈ പോയിന്റ് വിശദമാക്കുന്നത്. നമ്മുടെ ബോധവും മനസ്സും ഇന്ദ്രിയങ്ങളും കോറിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. പക്ഷേ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള, പ്രത്യേകമായിട്ടുള്ള അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ബന്ധവും അൺനോൺ ആണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ മനസ്സും ശരീരവും ഒരു എങ്ങനെ, അപ്പോൾ നമ്മളവിടെ പറഞ്ഞു, ഒരു വലിയ തത്വചിന്തകൻ, സയൻറ്റിസ്റ്റുമായ അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി, മനുഷ്യൻ്റെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഇതിനെ ഒന്നിച്ച് ഫ്യൂസ് ചെയ്യുവാൻ, ഒന്നിച്ച് യുണൈറ്റ് ചെയ്യാൻ അറിയാത്തതാണ് മനുഷ്യൻ്റെ പരാജയ കാരണമെന്ന്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. മനുഷ്യൻ്റെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഫ്യൂസ് ചെയ്യുവാൻ, ലൈറ്റപ്പ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനെ യുണൈറ്റ് ചെയ്യുവാൻ എന്താണ് ഒരു മാർഗം? എന്തെങ്കിലും മാർഗമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? Just comment it. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനുഷ്യബോധത്തെക്കുറിച്ചാണ്, ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ബോധത്തെക്കുറിച്ച് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകളൊക്കെ, ഭഗവത്ഗീത, പ്രാചീന സംസ്കാരങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ആശയങ്ങൾ കിട്ടുകയാണെങ്കിൽ
അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുക, റിസർച്ച് നടത്തുക. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായ സൃഷ്ടിയാണ് മനുഷ്യർ. എപ്പോഴാണ് നമ്മൾ ശ്വാസം നിലയ്ക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഭൂമിയിൽ സന്ദർശിക്കുവാൻ നമ്മുടെ സൃഷ്ടാവ് ഒരു അവസരം തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ എപ്പോഴാണ് ഇവിടെ തിരിച്ചു പോവുക? അപ്പം നമുക്ക് കഴിയുന്ന ദൗത്യം നാം ചെയ്യണം. അടുത്ത അതിന് പ്രധാനമായ ചില ലിങ്കുകൾ കിട്ടുന്ന, അല്ലെങ്കിൽ അതിന് പ്രധാനമായ ചില ആശയങ്ങൾ, സൂചനകൾ കിട്ടുന്ന ഇതാണ് തുടർന്നുള്ള ചർച്ച. ഇനി ഉപനിഷത്തുകൾ, ഭാരത മുനിമാർ, ഋഷീശ്വരന്മാർ ഡെവലപ്പ് ചെയ്ത ഉപനിഷത്തുകൾ നൽകുന്ന സൂചനകൾ എന്താണെന്ന് ആദ്യമായി നോക്കാം. ഉപനിഷത്തുകൾ ബോധത്തെ ആത്മാവോടും ബ്രഹ്മത്തോടുമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ബോധത്തെ, അപ്പം നമ്മളിവിടെ ലാസ്റ്റ് പറഞ്ഞു കുറച്ച് ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. സയൻറ്റിഫൊക്കെ കണ്ടുപിടിച്ചു, ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും ഒക്കെ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. എങ്കിൽ മാത്രമേ മനുഷ്യൻ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ, മനുഷ്യൻ എന്ന് പറയുന്ന അത്ഭുത സൃഷ്ടി പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് അജ്ഞാതമാണെന്ന് പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ ഇത് നോക്കുകയാണ്. ഇതിൻ്റെ എന്തെങ്കിലും ക്ലൂസ് നമുക്ക് കിട്ടുമോ എന്നാണ് നമ്മളിനി നോക്കുന്നത്. അവിടെ ആദ്യം ഉപനിഷത്കാരൻ പറഞ്ഞിരിക്കുകയാണ്, ഉപനിഷത്ത് ബോധത്തെ ആത്മാവോടും ബ്രഹ്മത്തോടുമാണ് ബന്ധിച്ചിരിക്കുന്നത്. എന്നാൽ വേദങ്ങൾ പ്രപഞ്ചവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഹ്യൂമൻ കോൺഷ്യസ്നസ് വേദങ്ങൾ പ്രപഞ്ചവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ മനുഷ്യബോധത്തെ ദൈവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഉപനിഷത്തുക്കൾ മനുഷ്യബോധം ആത്മാവും പരമാത്മാവുമായി സൂചിപ്പിക്കുന്നു. ഉപനിഷത്ത് ബോധത്തെ സച്ചിദാനന്ദ, സത് അസ്തിത്വം, ചിത് ബോധം, ആനന്ദം എന്നാണ് നിർവചിക്കുന്നത്. മനുഷ്യൻ്റെ യഥാർത്ഥ ബോധം എന്നത് ശരീരം, മനസ്സ്, ബുദ്ധിയല്ല, ആത്മാവാണ്, ആത്മബോധമാണെന്ന് ഉപനിഷത്ത് സമർത്ഥിക്കുന്നു. ഇനി ഏത് ഉപനിഷത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മാണ്ഡൂക്യ ഉപനിഷത്ത് ബോധത്തിന് 4 അവസ്ഥകൾ ഉണ്ടെന്ന് പറയുന്നു. മാണ്ഡൂക്യ ഉപനിഷത്തിലാണ് മനുഷ്യബോധത്തിൻ്റെ 4 അവസ്ഥകളെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. 1 ജാഗ്രത്, ഉണർന്നിരിക്കുന്ന ബോധം. 2 സ്വപ്നം കാണുന്ന ബോധം. 3 സുഷുപ്തി, ഗാഢനിദ്രയിലായ ബോധം. 4 തുരീയം, പരമാനന്ദാവസ്ഥ. യഥാർത്ഥ ബോധാവസ്ഥയാണ് പരമാനന്ദ ബോധാവസ്ഥ എന്ന് ഉപനിഷത്ത് പഠിപ്പിക്കുന്നു. അപ്പം മാണ്ഡൂക്യ ഉപനിഷത്തിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ബോധം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം തുടങ്ങിയ 4 അവസ്ഥകളാണെന്ന് വളരെ വ്യക്തമായി ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി വേദങ്ങൾ ബോധത്തെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായ ഊർജമായി കാണുന്നു. മനുഷ്യൻ്റെ ബോധത്തെ പ്രപഞ്ചബോധവുമായി, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സുമായി ബന്ധിപ്പിക്കുന്നു.
ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായി ബന്ധിക്കുന്നു. നോട്ട് ദാറ്റ് പോയിന്റ്. ബോധം, ദ്രവ്യം, മൈൻഡ് ആൻഡ് മാറ്റർ, കോൺഷ്യസ്നസ് ആൻഡ് മാറ്റർ. ബോധം എന്നത് നിർജീവമായ വസ്തുക്കളിൽ നിന്നുണ്ടായതല്ല, മറിച്ച് വസ്തുക്കളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ബോധം എന്നത് നിർജീവമായ വസ്തുക്കളിൽ നിന്നുണ്ടായതല്ല, മറിച്ച് വസ്തുക്കളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഇത് ചലനരഹിതമായ ബോധവും, ഈ ചലനരഹിതമായ ഈ ബോധത്തെ പറയുന്നതാണ് പ്യുവർ കോൺഷ്യസ്നസ്. ചലനാത്മകമായ പ്രകൃതിയും ചേർന്നതാണ്. അതായത് പ്യുവർ കോൺഷ്യസ്നസ്സും ചലനാത്മകമായ പ്രകൃതിയും ചേർന്നതാണ്. ഇനി വേദം മറ്റൊന്നുകൂടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. എന്താണത്? പ്രപഞ്ചം മുഴുവൻ പരമപുരുഷന്റെ ബോധരൂപമാണെന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ പരമപുരുഷന്റെ ബോധരൂപമാണെന്ന് അത് പുരുഷ സൂക്തത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വേദങ്ങളിൽ മനുഷ്യബോധത്തെ ചിത്തം എന്ന വാക്കിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഉപനിഷത്തും വേദങ്ങളും തന്നിരിക്കുന്ന സൂചനകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മനസ്സാക്ഷിയും ആത്മാവും മായി ബൈബിൾ വ്യാഖ്യാനിക്കുന്നു. ബൈബിൾ ബോധത്തെ ദൈവവുമായുള്ള ബന്ധവും മനസ്സാക്ഷിയുമായി സംസാരിക്കുന്നു. മനസ്സാക്ഷിയുടെ സ്വരം മനുഷ്യ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവാണ് ബോധം എന്ന് വിശുദ്ധ ബൈബിൾ മനസ്സിലാക്കി തരുന്നു. നോട്ട് ദ പോയിന്റ്. ഈ മനസ്സാക്ഷിയുടെ സ്വരം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണ്? മനുഷ്യ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവാണ് ബോധം. മനുഷ്യൻ്റെ ബോധം നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ദൈവം നിക്ഷേപിച്ച കഴിവാണ്, ടാലൻ്റാണ് ഈ മനസ്സാക്ഷിയുടെ സ്വരം. ഇനി ബൈബിൾ പറയുന്ന മറ്റൊരാശയം ദൈവികമായ വെളിപാടിനെ കുറിച്ചാണ്. മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവന് ദൈവത്തെ അന്വേഷിക്കാനുള്ള ആന്തരികമായ ഒരു പ്രേരണയുണ്ട്. ആരാണ് സൃഷ്ടിച്ചത്? ബൈബിൾ അനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ അവന് ദൈവവുമായ ഒരു ബന്ധമുണ്ട്. തൻ്റെ സൃഷ്ടാവിനോടുള്ള ഒരു ബന്ധമാണ്. മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവന് ദൈവത്തെ അന്വേഷിക്കാനുള്ള ആന്തരികമായ പ്രേരണയുണ്ട്. ബേസിക് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ടു സീക്ക് ഹിസ് ക്രിയേറ്റർ. ഇനി ഈ ആത്മാവ്, ബോധം എന്നത് കേവലം ബുദ്ധിയല്ല, മറിച്ച് ദൈവത്താൽ നൽകപ്പെട്ട ജീവാത്മാവാണ്. മനുഷ്യനിൽ നിത്യതയുടെ ആത്മാവുണ്ടെന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു. ബോധം എന്നത് കേവലം ബുദ്ധിയല്ല, ഹ്യൂമൻ ഇൻ്റലിജൻസ് അല്ല, മറിച്ച് ദൈവത്താൽ നൽകപ്പെട്ട ജീവാത്മാവാണ്. അതോ മനുഷ്യനിൽ നിത്യതയുടെ ആത്മാവുണ്ട്.
ഹ്യൂമൻ ബോഡി ഈസ് പെരിഷബിൾ ബട്ട് ഹ്യൂമൻ സോൾ ഈസ് ഇംപെരിഷബിൾ എന്നതിൻ്റെ ആശയമാണത്. അത് മനുഷ്യൻ്റെ ശരീരം നശ്വരമാണ്, എന്നാൽ അവൻ്റെ ആത്മാവ് അനശ്വരമാണ്, അതിന് മരണമില്ല. ഇവിടെ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ ദൈവിക സത്ത എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മെ നയിക്കുന്നത് ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ് നമ്മിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആന്തരികമായ ആ പ്രകാശത്തിലൂടെയാണ്. നമ്മുടെ ആത്മാവിനെ നാം തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങളുടെ ആ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മൾ തെന്നി മാറി സാക്ഷിയെപ്പോലെ നിന്ന് നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആന്തരികമായ പ്രകാശത്തിലൂടെയാണ്. ഇന്നർ ലൈറ്റ്. ആ ആന്തരികമായ പ്രകാശമാണ് നമ്മുടെ ധ്യാനം വഴി നമുക്ക് നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. അപ്പോൾ ആന്തരികമായ ആ പ്രകാശത്താൽ ദൈവത്തെ തിരിച്ചറിയാം, നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയും. കീപ് യുവർ സെൽഫ് ഇമേജ് ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ഇറ്റ് ഈസ് ദ വിൻഡോ ത്രൂ വിച്ച് യു സീ ദ വേൾഡ്. നിങ്ങളുടെ സ്വന്തം സങ്കല്പം വളരെ ശോഭനവും വൃത്തിയുള്ളതായും സൂക്ഷിക്കുക. ആ സ്വന്തം സങ്കല്പത്തിലൂടെയാണ് നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആന്തരികമായ പ്രകാശം കൂടുതൽ പ്രകാശമാനമാക്കണമെങ്കിൽ, തേജോമയമാക്കണമെങ്കിൽ നാം നമ്മുടെ ആന്തരിക ജീവിതം, ആന്തരിക ലോകം സംശുദ്ധമാക്കി മാറ്റണം. അതായത് നമ്മുടെ ഇന്നർ റിയലൈസേഷൻ സംഭവിക്കണം. അതായത് നമ്മളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നാം കണ്ടെത്തണം. ഇനി ഈ വിഷയത്തെക്കുറിച്ച്, മനുഷ്യബോധത്തെക്കുറിച്ച് ബുദ്ധമതം എന്താണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ബുദ്ധമതം വിശ്വാസപ്രകാരം മനുഷ്യബോധം എന്നത് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന അസ്ഥിരമായ ഒരു പ്രക്രിയയാണ്. ഇതിനെ വിജ്ഞാന എന്നാണ് ബുദ്ധമതത്തിൽ വിളിക്കുന്നത്. മനുഷ്യബോധം എന്നത് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന അസ്ഥിരമായ ഒരു പ്രക്രിയയാണ്. ഇത് സങ്കീർത്തനത്തിൽ ദാവീദ് രാജ പറയുന്നുണ്ട്, എനിക്ക് സ്ഥിരമായ ഒരു ആത്മാവിനെ പകരണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഉള്ളിലെ അന്തരാത്മാവ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിരന്തരമായ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ടോ? സ്വയം നിരീക്ഷണം നടത്തുക. ബുദ്ധമതം പറയുന്നു, ബോധം അസ്ഥിരമാണ്. ഇംപെർമനൻസ് അനീക്ക എന്നാണ് ബുദ്ധമതം വിളിക്കുന്നത്. ഇംപെർമനൻസ് അനീക്ക. ബോധം സ്ഥിരമായ ഒന്നല്ല, അത് ഓരോ നിമിഷവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷത്തിലെ ബോധമല്ല അടുത്ത നിമിഷത്തിലുള്ളത്. ബുദ്ധമതം അഹംബോധമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അഹംബോധമില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നോൺ സെൽഫ്, അതിനെ അനാട്ട എന്ന് വിളിക്കുന്നു. നോൺ സെൽഫ്, അനാട്ട. ബോധം എന്നത് സ്ഥിരമായ ഒരു ഞാൻ അല്ലെങ്കിൽ ആത്മാവല്ല, മറിച്ച് 5 ഘടകങ്ങളുള്ള ഒന്നായാണ് അതിനെ കാണുന്നത്.
അതിനെ 5 ഘടകങ്ങളെ ബുദ്ധമതം സ്കന്ധാസ്. ആ 5 ഘടകങ്ങളിൽ ഒന്ന് ബോധമാണ്. 6 തരം ബോധങ്ങൾ, 6 ടൈപ്പ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടെന്ന് ബുദ്ധമതം സൂചിപ്പിക്കുന്നു. 5 നമ്മളിവിടെ ആദ്യമേ കണ്ട 5 ഇന്ദ്രിയങ്ങളെയാണ്. 5 ഇന്ദ്രിയങ്ങളെയാണ് ആദ്യം അവർ സൂചിപ്പിക്കുന്നത്. കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം, മനസ്സ്. ഇവ വഴി ഉണ്ടാകുന്ന ഒരു അവയർനെസ്, സഹജ അവബോധമാണ് വിജ്ഞാന എന്ന് ബുദ്ധമതം പഠിപ്പിക്കുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കി വരുന്ന ആ മനസ്സ് എന്ന് പറയുന്ന ആ പ്രതിഭാസം ാണ് ബുദ്ധമതം വിജ്ഞാന, ആ അവയർനെസ്, ആ സഹജ അവബോധത്തെയാണ്. ഇനി കൂടുതൽ അതിനെ സൂക്ഷ്മമായി നമ്മൾ എടുത്തു നോക്കിയാൽ, കണ്ണുകൾ വഴി കാണുമ്പോൾ കാഴ്ച എന്ന ബോധം ഉണ്ടാകുന്നു. ചെവിയിലൂടെ കേൾക്കുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ കേട്ടു എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുന്നു. രുചി നമ്മുടെ നാവിൽ അനുഭവവേദ്യമായി തീരുമ്പോൾ നമുക്ക് രുചി എന്നുള്ള ബോധം ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും അനുഭവവേദ്യമായി തീരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ബോധത്തെയാണ്, മൊത്തം ബോധത്തെയാണ് മനസ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബുദ്ധമതത്തിൽ മരണശേഷം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നു പോകുന്ന ഈ ബോധമാണ്, ഇതിനെയാണ് വിജ്ഞാന എന്ന് പറയുന്നത്. ഇത് പൂർവ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മരിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ മറ്റൊന്നിലേക്ക് കടന്നു പോകും. നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു. പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിച്ച ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിച്ച ഈ ശരീരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളിൽ അവശേഷിക്കുന്നതോ അത് ബോധം, അതായത് കോൺഷ്യസ്നസ്, ആത്മാവോട് ചേർന്ന് നിൽക്കുന്നത്, ആത്മാവായിരിക്കുന്നത്. അത് ഇതിനെയാണ് വിജ്ഞാന എന്ന് പറയുന്നത്. ഇത് പൂർവ്വകർമ്മങ്ങളുമായി ബന്ധിക്കിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലെ പൂർവ്വജന്മങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ സത്തയായ നമ്മുടെ ഈ വിജ്ഞാനയെ, നമ്മുടെ ബോധത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ, സൂക്ഷ്മമായി നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിലെ സങ്കല്പങ്ങളും ഇമേജുകളും സംഭവപരങ്ങളും വരെ നമ്മൾ ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെന്ന് നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ട്രൈ ഇറ്റ്. ചുരുക്കത്തിൽ ബോധം എന്നത് ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അതിൽ സ്ഥിരമായി ഞാൻ എന്നൊന്നും ഇല്ല എന്നാണ് ബുദ്ധമതം പഠിപ്പിക്കുന്നത്. ഇനി ഇത് എവിടെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടുപിടിച്ച് വായിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ സൂചനകൾ ഇതാണ്. ത്രിപീഡകങ്ങൾ, ത്രിപീഡക എന്ന ഗ്രന്ഥത്തിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അഭിധർമ്മ പീഡകയിൽ ബോധത്തെ സിറ്റ വിശദമായി പറയുന്നുണ്ട്. ഇതിൽ 121 തരം കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് വിശദമാക്കുന്നുണ്ട്. ത്രിപിടക എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥത്തിലെ അഭിധർമ്മ പീഠകയിൽ സിറ്റ എന്നാണ് ബോധത്തെ വിളിക്കുന്നത്.
കൂടാതെ 121 തരം കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ധർമ്മസംഗണി എന്ന ഗ്രന്ഥത്തിൽ മനസ്സിൻ്റെ ഘടകങ്ങളെയും ബോധത്തിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പം നമ്മളെന്ന് പറയുന്നത് മഹാസംഭവമാണ്. ധർമ്മസംഗിണി എന്ന ഗ്രന്ഥത്തിൽ മനസ്സിൻ്റെ ഘടകങ്ങളെയും ബോധത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇനി സൂത്രപീഠകയിൽ മഞ്ജിമ നിക്കായിൽ മഹാതൻഹക്കയ സൂത്ത 38 ബോധത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. സുയുക്ത നിക്കായ സത്തത്താണ സുത്ത SN 22.57 ബോധത്തിൻ്റെ 6 തരങ്ങൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളെയാണ് അവർ സൂചിപ്പിക്കുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ശരീരം, മനസ്സ് എന്നിവയിലുള്ള ബോധം എന്താണെന്ന് അവർ എഴുതി വച്ചിട്ടുണ്ട്. ഇനി ദീഘനിക്കായ മഹാനിദാന സുത്തത്തിൽ DN 15 നാമരൂപങ്ങളും നെയിം ആൻഡ് ഫോം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ സംഭവം എഴുതി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കഴിയുന്നവർ, താല്പര്യമുള്ളവരത് കണ്ടെത്താൻ ശ്രമിക്കുക. ഗ്രന്ഥത്തിൻ്റെ പേര് ത്രിപീഠകങ്ങൾ, TIPITAKA എന്നാണ് പുരാതന ഗ്രന്ഥത്തിൻ്റെ പേര്. ഇനി മറ്റൊരു ഗ്രന്ഥം കിട്ടുമോ അറിയില്ല, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഒരു യോഗാചാര ഗ്രന്ഥമാണ് ത്രിംശിക വിജ്ഞപ്തി മാത്രത. വസുബന്ധു എന്ന ഗ്രന്ഥകാരൻ രചിച്ച ഒരു പുരാതന ഗ്രന്ഥമാണ്. ത്രിംശിക വിജ്ഞാനപ്തി മാത്രത, TRIMSIKAVIJNAPTIMATRATA. ഇത് രചിച്ച ആള് ത്രിംശിക വിജ്ഞപ്തി മാത്രത എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഈ ഗ്രന്ഥം വസുബന്ധു രചിച്ചതാണ്. ഇത് 8 തരം ബോധങ്ങളെ, മനുഷ്യബോധങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. കൂടാതെ ആലയ വിജ്ഞാനം, നമ്മുടെ എല്ലാ അനുഭവങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും വിത്തുകൾ സൂക്ഷിക്കുന്ന ആലയ വിജ്ഞാനം എന്ന ആശയം ഈ പുസ്തകം വിവരിക്കുന്നുണ്ട്. ത്രിംശിക ആര് രചിച്ചതാണ്? വസുബന്ധു എന്ന് പറയുന്ന പുരാതന ഗ്രന്ഥകാരൻ രചിച്ച ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു ബുദ്ധമത ഗ്രന്ഥമായ ലങ്കാവതാര സൂത്രത്തിൽ ബോധത്തെയും ബുദ്ധത്വത്തെയും, അതായത് തഥാഗത ഗർഭ സൂചിപ്പിക്കുന്നു. പ്രധാന മഹായാന ബുദ്ധ ഗ്രന്ഥമാണിത്, ലങ്കാവതാര സൂത്രം. നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ തന്നെ ഉണ്ടായ ബുദ്ധമതം ആണ്. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇന്ന് ചോദിച്ചാൽ ചൈനക്കാരും ടിബറ്റുകാരും ജപ്പാൻകാരും ഇങ്ങോട്ട് പഠിപ്പിച്ചു തരും. നമ്മുടെ ഭാരതത്തിലെല്ലാ അറിവുകളും ഉണ്ട്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇത് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് വേറെ പേരുകളാക്കി നമുക്ക് തന്നെ ക്യാപ്സൂളാക്കി വിൽക്കുമ്പോൾ നമ്മൾ സന്തോഷപൂർവ്വം വാങ്ങിക്കും. $500 $1000 കൊടുത്ത്. അപ്പോൾ നമ്മുടെ അറിവിൻ്റെ ഉറവിടങ്ങൾ, ഭാരതത്തിൻ്റെ അമൂല്യമായ വിജ്ഞാന സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ലങ്കാവതാര സൂത്ര ബോധത്തെയും ബുദ്ധത്വത്തെയും
തഥാഗത ഗർഭ സൂചിപ്പിക്കുന്നു, പ്രധാനമായ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു മഹാസതിപത്ഥാന സുദ്ധ മനസ്സിനെ നിരീക്ഷിക്കുന്നതിലൂടെ ചിത്താനുപാസാന എന്നാണ് ബുദ്ധമതം വിളിക്കുന്നത്. ബോധത്തെ മനസ്സിലാക്കുന്ന രീതി, അതായത് അതിൻ്റെ ക്ലൂ ഇതാണ്, മനസ്സിനെ നിരീക്ഷിക്കുക എന്നതാണ്. ചുരുക്കത്തിൽ ഇതൊക്കെ വന്നത് ബുദ്ധമതത്തിൽ നിന്നാണ്. അഭിധർമ്മ പിടകത്തിലെ ധർമ്മസംഗിണി, പത്തനി വിഭംഗം എന്നിവയും യോഗാചാര ഗ്രന്ഥമായ ത്രിശകയുമാണ് ബോധജ്ഞാനത്തിൻ്റെ ഈ സ്രോതസ്സുകൾ, പുരാതന ബുദ്ധമത സ്രോതസ്സുകൾ. മഹാസതിപത്ഥാന സുധ എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥം. ത്രിശിക, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് പുരാതന ബുദ്ധമതം മനുഷ്യൻ്റെ ബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടെത്തിയ പഞ്ചേന്ദ്രിയങ്ങളും ആ മനസ്സുമാണ്. ഇനി മാണ്ഡ്യൂക്യ ഉപനിഷത്ത് മനുഷ്യബോധത്തെ 4 തലങ്ങളായി തിരിക്കുന്നു. ജാഗ്രത, പുറം ലോകത്തെ അറിയുന്ന അവസ്ഥ; സ്വപ്നം, ഉള്ളിലെ ലോകത്തെ അറിയുന്ന അവസ്ഥ; ഡ്രീമിംഗ് സ്റ്റേറ്റ്, സുഷുപ്തി, സ്വപ്നങ്ങളില്ലാത്ത അവസ്ഥ; തുരീയം, ഈ 3 അവസ്ഥകൾക്കും അതീതമായ ശുദ്ധ ബോധാവസ്ഥയാണ് പ്യുവർ കോൺഷ്യസ്നെസ്. തുരീയം നമ്മുടെ ശിരസിൻ്റെ ക്രൗൺ ചക്ര. പ്യുവർ കോൺഷ്യസ്നെസ്സിനെ അവിടെ മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും. ബൃഹദാരണ്യകം ഉപനിഷത്തിനെ കുറിച്ച് എന്താ സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് ആത്മാവിനെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഇതിൽ പ്രധാനമാണ്. ഇവിടെ ബോധത്തെ സാക്ഷിയായി വിവരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഈ ബൃഹദാരണ്യക ഉപനിഷത്താണ് നൽകിയിരിക്കുന്നത്. ഞാൻ ബ്രഹ്മമാകുന്നു. ഇന്ന് വീഡിയോ ഇച്ചിരി ദീർഘമായി പോയി. കൂടുതൽ വിവരങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം. എല്ലാവരും ഷാജി ജോൺ പോഡ്കാസ്റ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ അവ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും അറിവിൻ്റെ പുതിയ ജാലങ്ങൾ തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.